പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, കനക പറഞ്ഞതെല്ലാം 100% ശരിയാണ്. ഇവിടെയുള്ള വിവരദോഷികൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിലും മോളെയും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഗോവിന്ദനോട് പറഞ്ഞിട്ട് മുത്തശ്ശൻ അകത്തേക്ക് പോവും. അതിനുശേഷം അവര് നയനേനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി കൊണ്ടുവരുത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അവരെ തടയാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ജലജ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളെ കൊണ്ടുപോയിക്കോ, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാൻ തന്നെയാണ് പോകണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കനകയാണെങ്കിലും. അപ്പോൾ ആ സമയത്ത് കനകയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മോളെ കൊണ്ട് പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നീ വല്ലാതെ സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ജലജ ഓരോന്ന് കുത്തി സംസാരിക്കുന്ന സമയത്തും. അതുപോലെ തന്നെ ദേവയാനിയാണെങ്കിലും ഗോവിന്ദനെ അപമാനിച്ച് സംസാരിക്കുന്നുണ്ട്. 3 പ്രാവശ്യം അറ്റാക്ക് വന്നു എന്നാണല്ലോ പറയുന്നത്, അതൊക്കെ കള്ളാണ്. അതുപോലെ തന്നെ അത് ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും 2 കിഡ്നി ഉള്ള പോലെ ഇയാൾക്ക് 2 ഹൃദയം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇരട്ടച്ചങ്കനാണ്. അപ്പോൾ ഒരു ചങ്ക് തകർന്നാലും മറ്റേ ചങ്ക് വെച്ച് ഇയാൾ ജീവിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ കനകയാണെങ്കിലും ദേഷ്യപ്പെട്ട് ജലജനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മോള് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിട്ടേര്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് പോകാൻ തുടങ്ങുന്ന സമയത്ത് നയനയാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം, മുത്തശ്ശിനോട് അതുപോലെ തന്നെ എന്നെ അനുഗ്രഹിക്കാൻ പറയണം, എവിടെയെങ്കിലും വെച്ച് കണ്ടാലും മുത്തശ്ശി മുഖം തിരിച്ചു പോകരുത്, വന്ന് സംസാരിക്കണം, കണ്ടാലും മുഖം തിരിച്ചു പോകുന്നവരും ഈ വീട്ടിലുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കും മുത്തശ്ശിനും എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, ആരെയും ശപിക്കുകയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ ശാപം ഇവിടെ ആർക്കാടി ഏൽക്കാൻ പോകുന്നത്, നിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലാതെ എന്നൊക്കെ ദേവയാനി കുത്തിക്കൊണ്ട് പറയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും മിണ്ടാതിരിക്കാനായിട്ട് ദേവയാനിയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അവരങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടാ എന്തിനാ ഈ പാപ്പൊക്കെ വെറുതെ വാങ്ങിച്ചു വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാടാ പാപം വാങ്ങിച്ചു വെക്കുന്നത്, അവളുടെ അഹങ്കാരത്തിന് ഓരോന്ന് ചെയ്തു വെക്കില്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ജലജയാണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിനക്ക് മനസ്സിൽ നല്ല കവിതയൊക്കെ വരുമല്ലോ, അതങ്ങ് പേപ്പറിൽ കുത്തി കുറിക്കി, അപ്പോൾ എന്നിട്ട് നിന്റെ ഭാരം ഇറക്കി വെക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് അവരങ്ങ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ആദർശിൻ്റെ അച്ഛൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ അച്ഛനാണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് ആദ്യം തന്നെ എവിടേക്കാണ് മോളെയും കൊണ്ട് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു എന്നൊക്കെ പറയാണ്, ഞങ്ങൾ പോവാണെന്ന് പറയാണ്. അപ്പോൾ അവളങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് അച്ഛൻ പറയുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവളുടെ അച്ഛനാണ്, അമ്മായിയമ്മയും അതുപോലെ തന്നെ എല്ലാവരും പടിയടിച്ച് പിണ്ടം വെച്ച മരുമകളെ എന്തിനാണ് അവിടെ നിർത്തുന്നത്, അതുപോലെ തന്നെ അവളുടെ ഭർത്താവും അവളെ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അച്ഛനേക്കാളും അവകാശമുണ്ട് അമ്മായി അച്ഛന്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവളെ കൊണ്ടുപോകരുത് എന്ന് പറയാണ് കേട്ടോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഞാൻ അറിയുന്നുണ്ട്, അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ വലിയ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് ഇടപെട്ടേ പറ്റുള്ളൂ, എൻ്റെ മകനും മരുമകളും നന്നായിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നയനമോള് ഇവിടെ വേണമെന്ന് പറയാൻ കേട്ടോ. മോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഇതിൽ സംസാരിക്കുക. ആ സമയത്ത് നയന പറയുന്നുണ്ട്, വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ട, എന്നെ ഇവിടെ പിടിച്ച് വെച്ചേന്, ഞാൻ പോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. മോൾക്ക് അങ്ങനെ പോകണമെന്ന് വാശിയാണെങ്കിൽ പോയിക്കോ, ഞാൻ കുറേ ദിവസമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, മോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാനും ഇവിടുന്ന് പോവുകയാണ്, ഇനി മോളെ എന്നാണ് ഈ വീട്ടിലേക്ക് കയറ്റുന്നത് അന്നേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പം നയനയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നീട് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മോൾ വാന്ന് പറഞ്ഞിട്ട് നിങ്ങളും വാന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവരങ്ങ് അകത്തേക്ക് കയറുന്ന സമയത്ത് ആദർശും ദേവയാനിയൊക്കെ ഒരു ഞെട്ടലോട് കൂടിയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശിക്കും എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നയനേനെ കൈ പിടിച്ചാണ് കേട്ടോ ആദർശിൻ്റെ അച്ഛൻ അകത്തേക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. നയനേനെ കൈ പിടിച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ ചലിച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങനെ അവളെയും കൊണ്ട് അവർ പോകാൻ നിന്നതല്ലേ, പിന്നെ എന്തിനാ ഏട്ടൻ അവളെ പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മരുമകളായതുകൊണ്ട് എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ദേവയാനി അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് പറയാണ്. അതിനുശേഷം ദേവയാനിയോടാണ് ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ചെറുപ്പത്തിൽ മക്കൾക്ക് അസുഖം വരുന്നതും അവരെ നോക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ എൻ്റെ തിരക്കിനിടയിലും ഞാൻ അവനെ അടക്കി പിടിച്ച് തന്നെയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറക്കം പറ്റിയ മക്കളെ സാരിത്തുമ്പിൽ കെട്ടിയിടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നയനേനെ അവിടുന്ന് പുറത്താക്കാനുള്ള ഒരിതും ആർക്കും ഇല്ല, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ പോലും ഇവരുടെ കാര്യത്തിലൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ആദർശിൻ്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആ അച്ഛൻ തന്നെയാണ് എന്നെ വിളിച്ച്
വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നീയാണ് അതിന് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞത് അച്ഛൻ തന്നെയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കാണ് ഇവിടെ തീരുമാനം എടുക്കാനുള്ള അവകാശം. അതിവിടെ എല്ലാവരും അനുസരിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നൈനയോട് പോകണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും വെറുതെ വഴക്കുണ്ടാക്കേണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആദർശിൻ്റെ അച്ഛനാണെങ്കിലും അവരോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയോടാണെങ്കിലും അകത്തേക്ക് അങ്ങ് കയറി പോകാൻ പറയാണ് കേട്ടോ. ദേവയാനിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നൈനമോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകണം എന്നൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നിനക്ക് അങ്ങനെ തന്നെ വേണം ഏട്ടത്തി, നീ ഇതൊക്കെ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ മുഖത്ത് നോക്കി അവൾ കൈ ചൂണ്ടിയാണ് സംസാരിച്ചതെന്നൊക്കെ ആദർശ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയനാണെങ്കിലും അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പലതും ഞാൻ അറിയുന്നുണ്ട്. ഞാനും അച്ഛനും ഒരുമിച്ചാണ് യാത്ര പോയത്. അച്ഛൻ ഇങ്ങനെ യാത്രയിലും മൗനം തന്നെയായിരുന്നു. അച്ഛനിങ്ങനെ നൈനമോളെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമാണ്. അതുപോലെ തന്നെ ദേവയാനി നീയും ഇങ്ങനെ നൈനമോളോട് നല്ലതിലൊന്നല്ല പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ദേവയാനി ആണെങ്കിലും നൈനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവളാണ് ഈ വീടിൻ്റെ ശാപം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു, രാവിലെ കുളി കഴിഞ്ഞ് മുറ്റത്ത് കോലമിട്ട് ഈ വീട്ടിലുള്ളവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം ഒരുക്കി വെക്കുന്ന മോളാണോ ഈ വീടിന് ശാപം? അതുപോലെ തന്നെ ഇങ്ങനെ ജ്വല്ലറിയിൽ ക്ലയൻസ് വന്ന ഓരോ ഡിസൈൻ പറയുന്ന സമയത്ത് നിൻ്റെ മോൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വേർക്കുന്ന സമയത്ത് മോളല്ലേ സഹായിക്കാറുള്ളത്, അത് വലിയൊരു തെറ്റാണോ എന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നൈനയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോൾ ഇവിടുന്ന് പോകരുത്, മോൾ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് ശിഥിലാവും, ഇങ്ങനെ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആർക്കും സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കേൾക്കുന്ന സമയത്ത് ദേവയാനിക്കും അതുപോലെ തന്നെ നവ്യയ്ക്കും ജലജയ്ക്കൊന്നും ഇഷ്ടമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നീട് നൈനയോട് അങ്ങ് അകത്തേക്ക് പോകാനായിട്ട് പറയുകയാണ്. ആ സമയത്ത് നൈനയാണെങ്കിലും അവിടെ പോകാതെ തന്നെ നിൽക്കുമ്പോൾ കുറച്ച് കടുപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കനകേനി അതുപോലെ തന്നെ എല്ലാവരും നോക്കിയിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അതൊന്നും ഇഷ്ടമാവുകയൊന്നും ചെയ്യുന്നില്ല. പിന്നീട് ആദർശിൻ്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനി ഇതിൻ്റെ പേരിൽ ആരും നൈനമോളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം കനകേനോടും ഗോവിന്ദനോടൊക്കെ പുറത്ത് നല്ല മഴയുണ്ട്, ഇനി നിങ്ങൾക്ക് നാളെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയുകയാണ് ഗോവിന്ദനാണെങ്കിലും. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഴയത്ത് ഇങ്ങനെ ഇറക്കി വിടാനൊന്നും നിൽക്കണ്ട, ഞങ്ങളെന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആദർശിൻ്റെ അച്ഛൻ അവരോട് പറയുന്നുണ്ട്. പിന്നീട് അവർ യാത്ര പറഞ്ഞങ്ങ് ഇറങ്ങാണ്. പിന്നീട് കനകയും ഗോവിന്ദനും പോകുന്ന സമയത്ത് കനകയാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, മോളെങ്ങനെ ഇനി ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും ഗോവിന്ദനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കനകനോട് പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ മക്കൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ള ബോധത്തോട് മനസ്സിനെ പറഞ്ഞ് ഇതാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ പിന്നെ മനസ്സിന് വലിയ ഇതുണ്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു, അത് എന്നോടല്ല പറയേണ്ടത് ഗോവിന്ദേട്ടൻ, അങ്ങനെ പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവരങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം അനിയാണെങ്കിലും വല്യച്ഛൻ തക്ക സമയത്താണ് വന്നതെന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മുത്തശ്ശനും വല്യച്ഛനും കൂടെ ഒരു ഗൂഢാലോചന നടന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഏട്ടത്തിനെ പറഞ്ഞു വിടാൻ പറ്റുകൂടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിനെ പറഞ്ഞു വിടരുത്, ഇനിയിപ്പോൾ എൻ്റെ മറ്റ് ഏട്ടത്തി ഉണ്ടല്ലോ അതിനെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല, അതിൻ്റെ കൂട്ടത്തിൽ അപ്പച്ചീനെയും മക്കളെയൊക്കെ കൂടെ പടിയടിച്ച് പിണ്ടം വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അനിയനോട് ചോദിക്കുന്ന സമയത്ത് പറ്റില്ല, അതൊക്കെ തന്നെയല്ലേ അവരുടെ ധൈര്യം എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ മുത്തശ്ശനെ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. പിന്നീട് അനി മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ മിണ്ടാതിരുന്നതിൻ്റെ കാര്യം ഇതായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നീ ഒരു കവിതയാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി. പിന്നീട് നൈന റൂമിൽ നിന്നിട്ട് ഇങ്ങനെ തലയൊക്കെ തോർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആദർശ് റൂമിലേക്ക് വരുമ്പോൾ നൈന ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മഴ നനഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ സാരിയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ അനിയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് വിളിച്ചപ്പോഴും ഞാൻ എന്നെ പുറത്താക്കിയ ആളെ വന്ന് ഇങ്ങനെ വിളിക്കുന്നു വിശ്വസിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ആദർശം ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കല്യാണീനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ആദർശേട്ടന് എൻ്റെ ഭർത്താവിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ നീ പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടില്ല, ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഉള്ള സ്നേഹം പോയി എന്നാണ് തോന്നുന്നത്. നീ പറഞ്ഞ പോലെ ഇങ്ങനെ വീരനേട്ടനെ പോലെയും ഉള്ളൊരു ഭർത്താവിനെ എനിക്ക് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.